ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 2x+11/x-1 ഹോൾ സ്ക്വയർ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി ചെയ്യാൻ പറ്റുമോ? 2x+11/x-1 ഹോൾ സ്ക്വയർ പറ്റും. ഇത് കണ്ടാൽ അറിഞ്ഞൂടെ ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ തേർഡ് ടൈപ്പ് ആണെന്നുള്ളത്? ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. താഴെ x-a ഹോൾ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ x+a ഹോൾ സ്ക്വയർ ആയാലും പാർഷ്യൽ ഫ്രാക്ഷൻ തേർഡ് ടൈപ്പാണ്. അപ്പോൾ ഇത് എഴുതുന്നത് a/x-1 അല്ലേ, പ്ലസ് b/x-1 ഹോൾ സ്ക്വയർ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതാണ് സ്റ്റാർട്ടിങ്. റിമെമ്പർ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കുകയാണ്. ഓർമ്മയുണ്ടല്ലോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വന്നാൽ താഴെ x-1 ക്യൂബായി മാറും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫ്രാക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ x-1 ക്യൂബായിരിക്കും ഡിനോമിനേറ്റർ, അതല്ല ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ. അപ്പോൾ അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈ കേസിൽ ഒഴിവാക്കണം. കേട്ടല്ലോ, തെറ്റിക്കരുത്. ഓക്കെ. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നത് അറിയാമല്ലോ, മുമ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. x-1ൻ്റെയും x-1 ഹോൾ സ്ക്വയറിൻ്റെയും LCM ആയ x-1 ഹോൾ സ്ക്വയർ എഴുതുന്നു. ഈ x-1 സ്ക്വയർ ആവണമെങ്കിൽ ഞാൻ ഒരു x-1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ ഒരു x-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ x-1 സ്ക്വയർ കിട്ടുള്ളൂ. അപ്പോൾ ന്യൂമറേറ്ററിൽ അതേപോലെ x-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഓൾറെഡി സെയിം ആണ്, x-1 സ്ക്വയർ x-1 സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് ന്യൂമറേറ്റർ അതേപോലെ തന്നെ പകർത്താം. സോ ലെഫ്റ്റ് സൈഡ് നമ്മുടെ കയ്യിലുള്ളത് 2x+11/x-1 ഹോൾ സ്ക്വയർ ആണ്. ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഡിനോമിനേറ്റർ ഓൾറെഡി സെയിം തന്നെയാണ്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ a×x-1 പ്ലസ് b ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ 2x+11 ആണ്. എയും ബിയും കാണാൻ വേണ്ടി ഇവിടെ x-1 എന്ന് പറഞ്ഞൊരു ടേം ഇല്ലേ, അതിനെ 0 ആക്കാൻ പറ്റും. x-ന് 1 കൊടുത്താൽ ഇല്ലേ, x-ന് 1 കൊടുത്താൽ x-1 0 വരും. ഞാൻ x-ന് രണ്ട് സൈഡിലും 1 കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ a×0 വരും, അത് 0 b വരും ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ x-ന് 1 കൊടുത്താൽ 2+11 13 വരും, 13. a കിട്ടാനുള്ള എളുപ്പവഴി, നമുക്ക് 0 ആക്കാനുള്ള എക്സ്പ്രഷൻസ് ഒന്നും ലെഫ്റ്റ് സൈഡിലില്ല. a കാണാനായിട്ട് ജസ്റ്റ് x-ൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. കോഎഫിഷ്യൻ്റ് ഓഫ് x ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക, അത് വളരെ എളുപ്പമാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ax വരില്ലേ, വരുമല്ലോ, ax. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് x a ആണ് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ x-ൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. a = 2 എന്നും കിട്ടി. സോ നമ്മളെ ഇൻ്റഗ്രൽ എങ്ങനെ വരും? എവിടെ വരെ നമ്മൾ എഴുതി നിർത്തിയത്? a/x-1 പ്ലസ് b/x-1 ഹോൾ സ്ക്വയർ. a എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/x-1 പ്ലസ് b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 13 ആണ്. 13/x-1 ഹോൾ സ്ക്വയർ dx. ഇത് ക്ലിയർ ആയല്ലോ? ഇനി എളുപ്പമല്ലേ? ഈ 2 പുറത്തോട്ട് എടുക്കാം. 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. 1/x-1ൻ്റെ ഇൻ്റഗ്രൽ log x-1 പ്ലസ് ഈ 13 പുറത്തോട്ട് എടുക്കാം. ഇൻ്റഗ്രൽ ബാക്കി 1/x-1 ഹോൾ സ്ക്വയർ ആണ്. 1/x-1 ഹോൾ സ്ക്വയർ. അതിനെ നമുക്ക് x-1 റേസ് ടു -2 എന്ന് എഴുതിയാലോ? x-1 റേസ് ടു -2 എന്ന് പറയുന്നത് 1/x-1 സ്ക്വയർ തന്നെയാണ്. ഇൻ്റഗ്രേറ്റിംഗ് അഗെയിൻ, അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ടാമത്തെ ടേമേ.
2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് 13 ഇൻറ്റു ഇത് എക്സ് റേസ് ടു എൻ ഫോമിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് 1 റേസ് ടു -2 പ്ലസ് 1 ബൈ -2 പ്ലസ് 1 പ്ലസ് സി വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1. പിന്നെ ഇവിടെ എന്ത് വരും? ഇവിടെ 13 ബൈ -1 അല്ലേ. 13 ബൈ -1 മൈനസ് 13 എക്സ് മൈനസ് 1 റേസ് ടു -1 പ്ലസ് സി. വേണമെങ്കിൽ ഇതിന് എക്സ് മൈനസ് 1 റേസ് ടു -1ന് വേണമെങ്കിൽ 1 ബൈ എക്സ് മൈനസ് 1 എഴുതാം. അത് നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. സോ 2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 മൈനസ് 13 ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 1. ഇതാണ് ആൻസർ.